إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനപ്പെട്ട സത്യവിശ്വാസിനികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള വളരെ സുപരിചിതമായ ഹദീസാണ്, لا يدخل الجنة من كان في قلبه مثقال ذرة من كبر. ഹൃദയത്തിൽ കിബറിന്റെ, അഹങ്കാരത്തിന്റെ ഒരു ചെറിയ അളവ് ആരുടെ ഹൃദയത്തിലുണ്ടോ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞു. ദർറത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അളക്കാൻ സാധിക്കാത്ത, ചില പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ ചെറിയ ഉറുമ്പിന്റെ അല്ലെങ്കിൽ ഉറുമ്പിന്റെ കാലിന്റെ വലിപ്പം, അത്ര അളവ് മാത്രമുള്ള ആ അളവിനാണ് ദർറത്ത് എന്ന് പറയുക. അത്ര ഒരു ചെറിയ അളവ് കിബർ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസ്. കിബർ എന്ന് പറയുമ്പോൾ, അഹങ്കാരം എന്ന് പറയുമ്പോൾ അത് പല കാര്യങ്ങൾ കൊണ്ട് അഹങ്കരിക്കും ആളുകൾ. ചില ആളുകൾ അവരുടെ സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കും, ചില ആളുകൾ അവരുടെ അറിവ് കൊണ്ട് അഹങ്കരിക്കും, ചില ആളുകൾ അവരുടെ ഭംഗി കൊണ്ട് അഹങ്കരിക്കും, ചില ആളുകൾ അവരുടെ അധികാരം കൊണ്ടും അവരുടെ സ്ഥാനങ്ങൾ കൊണ്ടും ഒക്കെ അഹങ്കരിക്കും. അതുപോലെ തന്നെ ചില ആളുകളുടെ ശക്തി കൊണ്ട് അഹങ്കരിക്കും. ഇങ്ങനെ അഹങ്കാരം പല കാരണങ്ങൾ കൊണ്ടുണ്ടാകും. അതിലൊന്നാണ് അൽ കിബ്റു ബിൽ ഇബാദ, ഇബാദത്ത് കൊണ്ട് അഹങ്കരിക്കുക എന്നുള്ളത്. ഒരു ആബിദിനെ സംബന്ധിച്ചിടത്തോളം ധാരാളമായി ഇബാദത്ത് ചെയ്യുന്ന ഒരാൾക്കുണ്ടാകാൻ സാധ്യതയുള്ള കിബ്റാണ്, ഞാൻ വലിയ ആബിദാണ് എന്നുള്ള തോന്നൽ മനസ്സിൽ കടന്നുകൂടുകയും അതങ്ങനെ ഒരു അഹങ്കാരമായി തീരുകയും ചെയ്യുക എന്നുള്ളത് വളരെ അപകടകരമായിട്ടുള്ള ഒന്നാണത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത് കാണാം, സലാസും മുഹ്ലികാതുൻ, 3 കാര്യങ്ങൾ അത് നമ്മളെ നശിപ്പിച്ചു കളയുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, റസൂലുള്ള പറഞ്ഞു, ശുഹ്ഹുൻ മുതാഅ, അനുസരിക്കപ്പെടുന്ന പിശുക്ക് അഥവാ പിശുക്ക്, സമ്പത്ത് ചെലവഴിക്കാത്ത അവസ്ഥ. അതുപോലെ തന്നെ വഹവൻ മുത്തബഅ, പിന്തുടരപ്പെടുന്ന ദേഹേച്ഛ. മൂന്നാമതായി റസൂലുള്ള പറഞ്ഞു, വയഅജാബുൽ മർഇ ബിനഫ്സിഹി, ഒരാൾക്ക് തന്റെ നഫ്സിനെ കുറിച്ച് അത്ഭുതം കൂറുന്ന അവസ്ഥ, ഞാൻ തിരക്കേടില്ല എന്നുള്ള ചിന്ത, ഞാൻ മറ്റുള്ളവരെക്കാൾ ഉഷാറാണ് എന്നുള്ള ചിന്ത. ഇതാണ് ഇഅജാബുൽ മർഇ ബിനഫ്സിഹി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ താല്പര്യം. ഇത് ഇബാദത്ത് കൊണ്ടും ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യമാണ്. നന്നായി ഇബാദത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ ബാധിക്കാൻ സാധ്യതയുള്ള രോഗമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഞാൻ തിരക്കേടില്ലാതെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ഒരു നല്ല വ്യക്തിയാണ് എന്നുള്ള തോന്നൽ അത് മനസ്സിൽ ഇങ്ങനെ വർദ്ധിച്ചു വന്ന് അതൊരു പൊങ്ങച്ചത്തിന്റെയും ദുരഭിമാനത്തിന്റെയും ഒരു ഉജുബിന്റെ അവസ്ഥയിലേക്ക് എത്തുന്ന വളരെ അപകടകരമായ, സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ബാധിക്കുന്ന രോഗമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞിട്ടുള്ള അസുഖം വളരെയധികം ശ്രദ്ധിക്കേണ്ട, ചികിത്സിക്കേണ്ട ഒന്നാണ്. നമ്മൾ തിരക്കേടില്ല, മറ്റുള്ളവർ മോശക്കാരാണ്, ഞാൻ അവനേക്കാൾ ഉഷാറാണ് എന്നുള്ള ചിന്ത, അതിനാണ് ഉജുബ് എന്ന് പറയുക. അത് നമ്മളെ നശിപ്പിച്ചു കളയുന്ന തിന്മയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മഹാന്മാരായ സലഫുകൾ ഈ വിഷയത്തിൽ വളരെ ശക്തമായ രൂപത്തിൽ ഈ ഒരു രോഗത്തെ
സംബന്ധിച്ച് ധാരാളമായി പറഞ്ഞത് നമ്മൾക്ക് കാണാൻ സാധിക്കും. അബു ഹാസിം സലമത്ത് ഇബ്നു ദീനാർ റഹിമഹുല്ലാ 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞത് കാണാം, മൻ ظن انه خير من غيره. ഒരുത്തന് തോന്നുകയാണ് ഞാൻ മറ്റുള്ളവരെക്കാൾ ഉഷാറാണ്, ഖൈറാണ് എന്നൊരുത്തന് തോന്നിയാൽ ഫഹുവ മുസ്തക്ബിർ, അവൻ അഹങ്കാരിയാണ്. കാരണം അദ്ദേഹം പറയുന്നു, ഇബ്ലീസ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ കൽപ്പന വന്നപ്പോ ആ ഇബ്ലീസ് പറഞ്ഞിട്ടുള്ളത് അനാ ഖൈറും മിൻഹു, ഞാൻ അവനേക്കാൾ ഖൈറാണ് എന്നുള്ളതാണ്. അപ്പോ ഞാൻ മറ്റുള്ളവനേക്കാൾ നല്ലവനാണ് എന്നുള്ള തോന്നൽ, അതിനാണ് അഹങ്കാരം എന്ന് പറയുക. അത് അഹങ്കാരമാണ്, അവൻ അഹങ്കാരിയാണ് എന്ന് അബു ഹാസിം റഹിമഹുല്ല പറഞ്ഞത് കാണാൻ സാധിക്കും. ഇങ്ങനെ സ്വന്തത്തെക്കുറിച്ച് ഒരു വലിയ മതിപ്പ്, ഞാനൊരു നല്ല മനുഷ്യനാണ്, മറ്റുള്ളവരെക്കാളൊക്കെ ഞാൻ വളരെ സൂക്ഷ്മതയുള്ളവനാണ്, ധാരാളം ഇബാദത്ത് ചെയ്യുന്നവനാണ് എന്നുള്ള തോന്നൽ മനസ്സിൽ കയറുന്നതിനാണ് ഉജ്ബ് എന്ന് പറയുക. അൽ ഉജ്ബു ബിൽ ഇബാദ അല്ലെങ്കിൽ അൽ കിബ്റു ബിൽ ഇബാദ എന്ന് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയിട്ടുള്ള ഈ രോഗം മഹാനായ 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ച അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാ, അദ്ദേഹം വലിയ മുഹദ്ദിസാണ്. അദ്ദേഹം ഒരിക്കൽ ഒരു സദസ്സിലേക്ക് കടന്നു വന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ഒരു സാഹിദായ മനുഷ്യൻ അദ്ദേഹത്തെ കാര്യമായി ശ്രദ്ധിച്ചില്ല. അബ്ദുല്ലാഹി മുബാറക്കിനെ അദ്ദേഹം കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. അദ്ദേഹമാണ് ഈ വന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. പക്ഷേ അദ്ദേഹം മുഖം തിരിച്ചിരുന്നു. അദ്ദേഹത്തിന് ഒരു കിബർ ബാധിച്ചതുപോലെ അദ്ദേഹം ഇരുന്നു. പിന്നീട് അദ്ദേഹം ആ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോയപ്പോ ആളുകൾ പറയാൻ തുടങ്ങി, ഹാദാ അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ്, ഈ വന്ന മനുഷ്യൻ ഹദീസിൽ അമീറുൽ മുഅ്മിനീനായിട്ടുള്ള അബ്ദുല്ലാഹി ഇബ്നു മുബാറക്കാണ് ഈ വന്നുപോയത് എന്ന് പറഞ്ഞപ്പോ ഈ വ്യക്തിക്ക് വലിയ പ്രയാസമായി. ഈ മഹാനായ വ്യക്തിയെ കണ്ടപ്പോഴാണോ ഞാൻ ഈ രൂപത്തിൽ പെരുമാറിയത് എന്ന രൂപത്തിൽ അദ്ദേഹത്തിന് വലിയ സങ്കടമുണ്ടാവുകയും ഓടിച്ചെന്ന് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലയോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം അബ്ദുല്ലാഹി മുബാറക് റഹിമഹുല്ലയോട് ഉപദേശം തരാൻ പറയുകയാണ്, എന്താണ് ഞാൻ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ആ സമയത്ത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ല പറഞ്ഞത് കാണാം, ഇദാ ഖറജ്ത മിൻ മൻസിലിക്, നിന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ ഫലാ യഖഅ ബസറുക അലാ അഹദിൻ ഇല്ലാ റഅയ്ത അന്നഹു ഖൈറും മിൻക, നീ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ നീ ആരെ കണ്ടാലും നിനക്ക് തോന്നണം അവൻ എന്നേക്കാൾ എന്നേക്കാൾ നല്ലവനാണ് എന്ന് നിനക്ക് അവനെ കണ്ടാൽ തോന്നണം. ഇതാണ് നീ ശ്രദ്ധിക്കേണ്ട കാര്യമെന്നാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ല അദ്ദേഹത്തിന് കൊടുക്കുന്ന ഉപദേശം. നീ ആരെ കണ്ടാലും നിനക്ക് തോന്നണം അവൻ എന്നേക്കാൾ എന്തൊക്കെയോ ഗുണം ഉള്ള, എന്നേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരാളാണ് എന്ന് അവനെക്കുറിച്ച് നിനക്ക് തോന്നണം. അല്ലാതെ അവനേക്കാൾ ഉഷാറാണ് ഞാൻ അവനേക്കാൾ നല്ലവനാണ് എന്നുള്ള ചിന്തയല്ല നിനക്കുണ്ടാകേണ്ടത്. മറിച്ച് അവൻ എന്നേക്കാൾ എന്തൊക്കെയോ കൂടുതൽ ഗുണങ്ങളുള്ള ഒരു നല്ല മനുഷ്യനാണ് എന്നുള്ള ചിന്തയാണ് അവനെക്കുറിച്ച് നിനക്ക് ഉണ്ടാകേണ്ടത് എന്നാണ് അദ്ദേഹത്തിന് ഉപദേശിച്ചിട്ടുള്ളത്. അത് യഥാർത്ഥത്തിൽ ഈ സാഹിദായ ആബിദായ മനുഷ്യന് അയാളെക്കുറിച്ച് അയാൾക്ക് വലിയ സംഭവമായി അദ്ദേഹത്തിന് സ്വയം തോന്നുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു കിബറാണ് അവിടെ അദ്ദേഹം പ്രകടിപ്പിച്ചതും അതിനുശേഷം അദ്ദേഹം മാപ്പ് പറഞ്ഞതും. ഇങ്ങനെയുള്ള ഈ ഒരു അവസ്ഥ സ്വന്തത്തെക്കുറിച്ച് ധാരാളം ഇബാദത്തുകൾ ചെയ്യുന്ന സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്കുണ്ടാകാൻ സാധ്യതയുള്ള മാരകമായ അസുഖമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, അർഫഉന്നാസി ഖദ്റൻ മൻ ലാ യറാ ഖദ്റഹു, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സ്ഥാനമുള്ളയാളെന്ന് പറഞ്ഞാൽ സ്വന്തത്തിന്റെ ആ മഹത്വം മനസ്സിലാക്കാത്തയാളാണ്. അഥവാ സ്വന്തത്തെക്കുറിച്ച് നല്ലവനാണ് എന്ന ബോധമില്ലാത്തവനാണ് ഏറ്റവും സ്ഥാനമുള്ളവൻ എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അക്സറുഹും ഫദ്ലൻ മൻ ലാ യറാ ഫദ്ലഹു, തന്റെ മഹത്വം അത് പ്രകടിപ്പിക്കാത്ത, അതിനെ സംബന്ധിച്ച് മനസ്സിൽ വലിയ പൊങ്ങച്ചമില്ലാത്ത ആളുകളാണ് ഏറ്റവും കൂടുതൽ ഫദ്ലുള്ളവൻ എന്നാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞിട്ടുള്ള അസുഖം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഒക്കെ പറഞ്ഞത് കാണാൻ സാധിക്കും. ഇത് റിയാഇനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നിടത്ത് പറയുന്നത് കാണാം, നമ്മൾക്ക് ഈ ലോകമാന്യത എന്നുള്ളത് ഇബാദത്തിന് മുമ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇബാദത്ത് തുടങ്ങിയതിനു ശേഷവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആളുകൾ എന്റെ ഇബാദത്തുകൾ കാണണമെന്നുള്ള ചിന്ത, ഇഖ്ലാസോടുകൂടി ഇബാദത്ത് തുടങ്ങി ഇടയിൽ റിയാ കടന്നു വരുന്ന അവസ്ഥ. അതുപോലെ തന്നെ മറ്റൊരു അവസ്ഥ അദ്ദേഹം മൂന്നാമത്തെ ഒരു അവസ്ഥ വിശദീകരിക്കുന്നത്, ഇബാദത്ത് ചെയ്തതിന് ശേഷം ഞാൻ തിരക്കേടില്ല എന്ന, ഞാൻ വലിയ ആബിദാണ് എന്ന ചിന്ത മനസ്സിലേക്ക് വരുന്ന, അതും റിയാഇന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം എണ്ണിയിട്ടുള്ളത്. അതും വലിയ ഗുരുതരമായ, അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ അസുഖം.
ഇബാദത്ത് ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾക്കുണ്ടാകാൻ സാധ്യതയുള്ള അസുഖം. അതാണ് ചില സലഫുകൾ പറഞ്ഞിട്ടുള്ളത്. അവർ പറഞ്ഞത് കാണാൻ സാധിക്കും, ലഅൻ അനാമ തൂലൽ ലൈലി വഉസ്ബിഹ നാദിമൻ അഹബ്ബു ഇലയ്യ മിൻ അൻ അഖൂമ തൂലൽ ലൈലി വഉസ്ബിഹ മുഅജബ. രാത്രി മൊത്തം നിസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞ് രാവിലെ എണീൽക്കുമ്പോൾ ഒരു കിബിർ വരുന്ന അവസ്ഥയുണ്ടാകുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് രാത്രി മൊത്തം ഉറങ്ങി തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ ഒരു സങ്കടം ഉണ്ടാകുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്നാണ് ചില സലഫുകൾ പറഞ്ഞിട്ടുള്ളത്. അഥവാ രാത്രി മൊത്തം നിസ്കരിക്കുക എന്ന് പറഞ്ഞ് വലിയ കാര്യമാണ്. ആ ഒരു കാര്യം ചെയ്തതിന് ശേഷം അവനിങ്ങനെ തോന്നുകയാണ്, ഞാൻ അത്യാവശ്യം ഇബാദത്ത് ചെയ്തു എന്ന് അവന് തോന്നുന്നു. ഇങ്ങനെ ആ ഒരു തോന്നൽ, ആ ഉജ്ബ് ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് രാത്രി മൊത്തം ഉറങ്ങുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെന്നാണ് ചില സലഫുകൾ പറഞ്ഞിട്ടുള്ളത്. ഇത് രാത്രി മൊത്തം ഉറങ്ങാനും തഹജ്ജുദിനെ നിരുത്സാഹപ്പെടുത്താനും വേണ്ടി പറഞ്ഞ വാചകമല്ല. ഇബാദത്ത് ചെയ്ത് ഈ ഉജ്ബിലേക്ക് എത്തുന്ന, ഒരു പൊങ്ങച്ചത്തിലേക്ക് എത്തുന്ന, ദുരഭിമാനത്തിലേക്ക് എത്തുന്ന അവസ്ഥയെ ആക്ഷേപിച്ചുകൊണ്ട് മഹാന്മാരായ സലഫുകൾ പറഞ്ഞിട്ടുള്ള വാചകമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ പറഞ്ഞിട്ടുള്ള അസുഖം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. സ്വന്തത്തെക്കുറിച്ച് അത് ചിലപ്പോ നാവ് കൊണ്ട് പ്രകടിപ്പിച്ചോളണമെന്നില്ല, മനസ്സിലുള്ള ഒരു തോന്നലായി ഇത് നിലനിൽക്കും. അത് ശരിക്കും അപകടം പിടിച്ച, നമ്മളെ നശിപ്പിക്കുന്ന കാര്യമാണ് എന്നാണ് നേരത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് ചോദിച്ചു, മതാ യകൂനു റജുലു മുസീഅ, ഒരു മനുഷ്യൻ എപ്പോഴാണ് മോശക്കാരനാകുന്നത്? ഒരു മനുഷ്യൻ എപ്പോഴാണ് മോശക്കാരനാകുന്നത്? ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന മറുപടി, ഇദാ ظن അന്നഹു മുഹ്സിൻ, അവന് തോന്നുകയാണ് ഞാൻ തിരക്കേടില്ല, ഞാൻ നല്ലവനാണ് എന്നൊരുത്തിന് തോന്നി തുടങ്ങിയാൽ അപ്പോഴാണ് ഒരു മനുഷ്യൻ മോശക്കാരനാകുന്നത് എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ചിന്ത എല്ലാ മഹാന്മാരായ സലഫുകളൊക്കെ ശക്തമായി എതിർത്തിട്ടുള്ള, ആക്ഷേപിച്ചു പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. സ്വന്തത്തെക്കുറിച്ച് ഞാൻ തിരക്കേടില്ല, ഞാൻ ഉഷാറാണ് എന്നുള്ള ചിന്ത. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞത് കാണാം, ലാ യുസിഉ ظن ബിനഫ്സിഹി ഇല്ലാ മൻ അറഫഹ. സ്വന്തത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയവൻ മാത്രമാണ് സ്വന്തത്തെക്കുറിച്ച് മോശം വിചാരിക്കുക. എനിക്ക് ഇനിയും മാറാനുണ്ട്, ഒരുപാട് കാര്യം ശ്രദ്ധിക്കാനുണ്ട്, ഒരുപാട് പോരായ്മയുള്ള വ്യക്തിയാണ് ഞാൻ എന്നുള്ള തോന്നൽ ആർക്കാണ് ഉണ്ടാവുക? സ്വന്തത്തെക്കുറിച്ച്, സ്വന്തം പോരായ്മകളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയവനാണ് ആ ചിന്തയുണ്ടാവുക. എന്നാൽ വമൻ അഹ്സന ظن ബിനഫ്സി, എന്നാൽ സ്വന്തത്തെക്കുറിച്ച് ഒരു നല്ല വിചാരം ഉണ്ടാകുന്നവൻ ആരാണ്? ഫഹുവ മിൻ അജ്ഹലിൻ നാസി ബിനഫ്സിഹി, സ്വന്തത്തെക്കുറിച്ച് ഒട്ടും അറിയാത്തവനാണ് സ്വന്തത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ടാവുക. ഞാൻ തിരക്കേടില്ല എന്നുള്ള ചിന്ത ആർക്കാണ് ഉണ്ടാവുക? നമ്മളെക്കുറിച്ച് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവർക്കാണ്, അത്തരം ആളുകൾക്കാണ് സ്വന്തത്തെക്കുറിച്ചൊരു നല്ല ചിന്തയുണ്ടാവുക, ഞാൻ ഉഷാറാണ് എന്നുള്ള ചിന്തയുണ്ടാവുക. എന്നാൽ സത്യവിശ്വാസി സ്വന്തത്തെക്കുറിച്ച്, സ്വന്തം പോരായ്മകളെക്കുറിച്ച്, കുറവുകളെക്കുറിച്ച് എപ്പോഴും ബോധവാനാവുകയും മറ്റുള്ളവരെ കുറിച്ച് ഒരു നല്ല ചിന്ത, ഹുസ്നുൽ ظن, നല്ല ചിന്തയുണ്ടാവേണ്ടവനാണ് സത്യവിശ്വാസി. മറ്റുള്ളവരെ കുറിച്ച് നല്ലത് വിചാരിക്കാനും സ്വന്തത്തെക്കുറിച്ച് ഇനിയും എനിക്ക് മാറാനുണ്ട്, ഒരുപാട് കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനുണ്ട് എന്നുള്ള ചിന്ത ഉണ്ടാവുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസി ശ്രദ്ധിക്കേണ്ടത്. ഈ വിഷയത്തിൽ സലഫുകളുടെ ജീവിതം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ അവർക്ക് ആരായിരുന്നു, അവരും നമ്മളുള്ള വ്യത്യാസം എന്താണ്, അവർ ഇബാദത്തിന്റെ കാര്യത്തിൽ എത്രത്തോളം ശ്രദ്ധിച്ചിരുന്നു, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കാര്യത്തിൽ എത്രത്തോളം ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ അവർ സ്വന്തത്തെക്കുറിച്ച് എപ്പോഴും കുറ്റപ്പെടുത്തിയും അവരുടെ പോരായ്മകൾ മനസ്സിലാക്കിയും അവർക്ക് എന്തൊക്കെ പോരായ്മകളുണ്ട് എന്നതിനെ കുറിച്ച് കൃത്യമായി ബോധമുള്ളവരായിരുന്നു ഈ പറഞ്ഞിട്ടുള്ള മഹാന്മാരായ സലഫുകൾ, വിശിഷ്ട സഹാബത്തിനെ കുറിച്ചൊക്കെ, അവരുടെ ഇബാദത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ധാരാളമായി റമദാനിന്റെ സന്ദർഭത്തിൽ കേട്ടിട്ടുണ്ടാകും. രാത്രിയുടെ 2 ഭാഗം, അഥവാ 9 മണിക്കൂർ രാത്രി ഉണ്ടെങ്കിൽ 6 മണിക്കൂർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിസ്കരിച്ചതിന് ശേഷം റസൂൽ നിസ്കാരം നിർത്തിയപ്പോൾ സഹാബത്ത് എന്താണ് ചോദിച്ചത്? ഇനിയും ബാക്കി കൂടി നിസ്കരിച്ചുകൂടെ? ലൗസിത്തനാ ബഖിയത ലൈലതിനാ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം അവരുടെ ഇബാദത്ത് അങ്ങനെയായിരുന്നു. ഇബാദത്തിന്റെ കാര്യത്തിൽ അത്രയും ശ്രദ്ധയുള്ള ആ സലഫുകൾക്ക് അവരെ കുറിച്ച് എപ്പോഴും ഇനിയും എനിക്കൊരുപാട് ചെയ്യാനുണ്ട്, മാറാനുണ്ട് എന്നുള്ള ചിന്തയായിരുന്നു. അള്ളാഹുവിനെ കുറിച്ച് പേടിച്ച്, തന്റെ പാപങ്ങളെക്കുറിച്ച്, അവരുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ തിന്മകളെക്കുറിച്ച് ഓർത്തോർത്ത് അവരെത്രത്തോളം കരഞ്ഞിരുന്നു. രാത്രിയുടെ ആദ്യം മുതൽ അവസാനം വരെ കരഞ്ഞ സലഫുകളുടെ ചരിത്രം നമ്മൾക്ക് കാണാൻ സാധിക്കും. രാത്രി മൊത്തം അള്ളാഹുവിനെ പേടിച്ച് കരയുന്ന സലഫുകൾ,
അങ്ങനെയുള്ള സലഫുകൾക്ക് അവരെക്കുറിച്ച് നല്ല ധാരണയല്ല ഉണ്ടായിരുന്നത്. അവരുടെ പോരായ്മകൾ മനസ്സിലാക്കി അതിനെക്കുറിച്ച് ഓർത്ത് അത് ശരിപ്പെടുത്താനുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് ജീവിക്കുന്ന ആളുകളായിരുന്നു. അതാ ഉസ്സുലൈമി റഹിമഹുല്ല, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും, അദ്ദേഹം ധാരാളം കരയുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെ കരഞ്ഞു കരഞ്ഞ് അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടമാകുന്ന അവസ്ഥ എത്തിയപ്പോ അദ്ദേഹത്തിനൊരു ഡോക്ടറെ അടുത്തേക്ക് എത്തിക്കുകയാണ് അദ്ദേഹത്തിന്റെ കൂട്ടുകാർ. ആ സമയത്ത് ഡോക്ടർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട ഒരൊറ്റ കാര്യം, ഉദാവി ബിശർത്തി അല്ലാ തബ്കിയ സലാസത അയ്യാം, 3 ദിവസങ്ങൾ കരയരുത്, എങ്കിലേ എനിക്ക് ചികിത്സിക്കാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പൊ എന്നും അദ്ദേഹം കരഞ്ഞു കരഞ്ഞ് അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ പരിശോധിക്കുന്ന വ്യക്തി പറയുകയാണ്, ഒരു ഷർത്തുണ്ട്, താങ്കൾ 3 ദിവസം ഇനി കരയരുത്, ഈ ചികിത്സ ഫലിക്കണമെങ്കിൽ. ആ സമയത്ത് അതാ സുലൈമി റഹിമുല്ല പറയുന്നത് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും, ലാ ഹാജത ലനാ ഫീക, അവന്റെ ആവശ്യം നമ്മൾക്കില്ല, നിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചികിത്സ ഒഴിവാക്കി പോരും. അങ്ങനെയായിരുന്നു സലഫുകൾ. അത് പറഞ്ഞത് തിന്മകളുടെ വിഷയത്തിൽ അങ്ങേയറ്റം ശ്രദ്ധയുണ്ടാവുകയും നന്മകൾ ധാരാളം ചെയ്യുന്ന വിഷയത്തിൽ അതിൽ അങ്ങേയറ്റം പരിശ്രമിക്കുന്ന സലഫുകൾക്ക് അവരെക്കുറിച്ച് അവരുടെ പോരായ്മകളും അവർ ചെയ്ത ചെറിയ ചെറിയ വീഴ്ചകളും അത് ഓർത്ത് പ്രയാസപ്പെടുന്ന ബേജാറാകുന്ന അവസ്ഥയാണ് അവർക്കുണ്ടായിരുന്നത്. എന്നാൽ നമ്മൾ നേരെ തിരിച്ചാണ്, വളരെ കുറച്ചു മാത്രമാണ് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്, ധാരാളം തിന്മകൾ നമ്മളിൽ സംഭവിക്കുന്നു. പക്ഷേ നമ്മളെക്കുറിച്ച് നമ്മൾക്ക് ഒരു നല്ല വിചാരമാണ്, ഞാനൊക്കെ സ്വർഗത്തിൽ പോയിട്ടില്ലെങ്കിൽ, എനിക്കൊന്നും രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആർക്കാണ് രക്ഷപ്പെടാൻ സാധിക്കുക എന്നുള്ള ഒരു ഭാവത്തിലാണ് പല ആളുകളും ജീവിച്ചു പോകുന്നത്. അതൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. സലഫുകൾ അങ്ങനെ ആയിരുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാനായ സ്വഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിഖുകളുടെ ലിസ്റ്റ് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് കൊടുത്തപ്പോ വളരെ വിനയത്തോടുകൂടി ബേജാറുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ആ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്ന സംഭവം നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും. ഹൽ അജ്ജനി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മുനാഫിഖീൻ, മുനാഫിഖുകളുടെ കൂട്ടത്തിൽ എന്റെ പേര് റസൂലുള്ള എണ്ണിയിട്ടുണ്ടോ എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുന്നത്. അപ്പൊ അവർക്ക് അത്രയും പേടിയായിരുന്നു അവരുടെ സ്വന്തത്തെ കുറിച്ച്. ഇങ്ങനെയുള്ള ഒരു ബേജാറും പേടിയും അവർക്കുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ നേരെ തിരിച്ചാണ്. എന്തുകൊണ്ടാണ് അവർക്ക് ആ ബേജാറുണ്ടായത്? അവർ അവരെ സ്വന്തത്തെക്കുറിച്ച് ഒരു നല്ല വിചാരം, ഞാൻ തിരക്കേടില്ല എന്നുള്ള വിചാരം, ആ ഉജുബ്, അമലുകൾ ചെയ്യുന്ന വിഷയത്തിലുള്ള ഒരു പൊങ്ങച്ചം, ഒരു ദുരഭിമാനം അവർക്കുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇബ്നു അബി മുലൈഖ മഹാനായ താബിഈയാണ്, അദ്ദേഹം പറഞ്ഞത് കാണാം, അദ്റക്തു 30 മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ 30ഓളം സഹാബികളെ കണ്ടിട്ടുണ്ട്. അദ്ദേഹം കണ്ട സഹാബികളുടെ എണ്ണം 30ആണ്, അല്ലെങ്കിൽ 30ൽ കൂടുതലുണ്ട്. ആ സഹാബികളുടെ ഒക്കെ പ്രത്യേകത, കുല്ലുഹും യഖാഫു നിഫാഖ അലാ നഫ്സി, അവരൊക്കെ സ്വന്തത്തിന് നിഫാഖ് ഭയപ്പെട്ട ആളുകളായിരുന്നു എന്നാണ് അവരെ കുറിച്ച് പറയുന്നത്. അപ്പൊ അവർക്ക് ഇബാദത്തിന്റെ കാര്യത്തിൽ അങ്ങേയറ്റം പരിശ്രമമുള്ളതോടൊപ്പം തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതോടൊപ്പം തന്നെ അവർ അവരുടെ ഈമാനിനെ കുറിച്ചും അവരുടെ അമലുകളെ കുറിച്ചും അവരുടെ ജീവിതത്തിൽ സംഭവിച്ച വീഴ്ചകളെ കുറിച്ചും വലിയ പേടിയുള്ള ആളുകളായിരുന്നു. അതാണ് സലഫുകളുടെ ജീവിതം. സുഫിയാനു സൗരി റഹിമഹുല്ല 2ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹം വലിയ പണ്ഡിതനും അതുപോലെ തന്നെ വലിയ ആബിദുമായിരുന്ന ഒരു മഹാ വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത് കാണാം, അഖാഫു അൻ ഉസ്ലബൽ ഈമാന ഇൻദൽ മൗത്ത്, ഞാൻ പേടിക്കുകയാണ്, മരിക്കണ സമയത്ത് എനിക്ക് ഈമാൻ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി എനിക്കുണ്ട് എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു എന്നാണ്. ആരാണ് അവർ? അങ്ങേയറ്റം ശ്രദ്ധിക്കുന്നവർ, ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾ. പക്ഷെ അവർക്ക് പേടിയായിരുന്നു അവരെ സംബന്ധിച്ച്. അപ്പോ ഈ പറഞ്ഞിട്ടുള്ള സലഫുകളുടെ ജീവിതത്തിൽ നിന്ന് ഈ വിഷയത്തിൽ നമ്മൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. നല്ല ശ്രദ്ധയുള്ളതോടൊപ്പം തന്നെ സ്വന്തത്തെക്കുറിച്ച് അവരുടെ അയൂബുകൾ, കുറവുകൾ മനസ്സിലാക്കി ജീവിക്കുന്നവരായിരുന്നു അവർ എന്നുള്ളത്. എല്ലാ കാര്യത്തിലും ഈ ഉജുബ് എന്ന് പറയുന്നത് പല വിഷയത്തിലും വരും. കേവലം ഇബാദത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഞാൻ തിരക്കേടില്ല, ഞാൻ ഉഷാറാണെന്നുള്ള ചിന്ത പല വഴിക്ക് നമ്മളിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ഒന്നാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അതാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാൻ സാധിക്കും. ഇൻ അഅജബക ഹദീസുക്, നീ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിന്റെ സംസാരം നിനക്ക് ഉഷാറാണ്, ഞാൻ നല്ല സംസാരിക്കുന്ന വ്യക്തിയാണ്, ഞാൻ നല്ല പ്രസംഗിക്കുന്ന വ്യക്തിയാണ് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ആ സംസാരത്തിലാണ് നിനക്ക് തോന്നുന്നെങ്കിൽ ഫസ്കുത്, നീ അപ്പം മിണ്ടാതിരിക്കണം. സംസാരിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലത് ഇങ്ങനെ കയറി വരുന്നുണ്ടെങ്കിൽ അപ്പം നീ മിണ്ടാതിരിക്കണം.
വൈന അജബക സുകൂതുക്, നീ മിണ്ടാതിരിക്കുന്ന സമയത്താണ് നിനക്ക് തോന്നുന്നത് ഞാൻ നല്ല ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന തോന്നൽ നിന്റെ മനസ്സിലേക്ക്, അത് അങ്ങനെ ഒരു പൊങ്ങച്ചമായി, ഒരു ദുരഭിമാനമായി, ഒരു ഉജുബായി, എന്നെക്കുറിച്ച് ഒരു നല്ല വിചാരം വരുന്ന രൂപത്തിലേക്ക് മാറുന്നുണ്ട് എന്ന് തോന്നിയാൽ, ഒരു അഹങ്കാരത്തിന്റെ ഘട്ടത്തിലേക്ക് നിന്ന് തോന്നിയാൽ ഫതഹദ്ദസ്, നീ സംസാരിക്കണമെന്നാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സംസാരിക്കുമ്പോ ഈ ഉജുബ് കടന്നു വരുന്നത് പോലെ തന്നെ ചിലപ്പോൾ മിണ്ടാതിരിക്കുമ്പോഴായിരിക്കും ആളുകൾ അവനെ കുറിച്ച് പറയും അവൻ നല്ല ഗൗരവക്കാരനാണ്, ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന നല്ല സൂക്ഷ്മതയുള്ള വ്യക്തിയാണ്. അത് കേൾക്കുമ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മിണ്ടാതിരിക്കുന്ന സ്വഭാവം, അതും ഈ പറഞ്ഞിട്ടുള്ള ഈ ഉജുബിന്റെ കൂട്ടത്തിൽ വരുന്ന കാര്യം. ഇതൊക്കെ വിലക്കപ്പെട്ടതും നിരുത്സാഹപ്പെടുത്തിയ കാര്യവും അതുപോലെ തന്നെ അങ്ങേയറ്റം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ തന്നെ മഹാന്മാരായ സലഫുകൾ ശക്തമായി ആക്ഷേപിച്ചിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ നമ്മുടെ പോരായ്മകൾ മനസ്സിലാക്കി, നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി അത് തിരുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. നമ്മൾ സൂചിപ്പിച്ചതുപോലെ സ്വന്തത്തെക്കുറിച്ച് തിരക്കേടില്ല, മറ്റുള്ളവനേക്കാൾ എന്തൊക്കെ കുറച്ച് എനിക്ക് കൂടുതലുണ്ട് എന്ന ധാരണ പ്രത്യേകിച്ചും ഇബാദത്തിന്റെ വിഷയത്തിൽ നമ്മൾക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ചികിത്സ എന്നുള്ളത് നമ്മളുടെ ദുർബലത, നമ്മുടെ പോരായ്മകൾ ശരിക്ക് ചിന്തിച്ചു മനസ്സിലാക്കി നിഷ്പക്ഷമായി സത്യസന്ധമായി ആത്മവിചാരണ നടത്തി നമ്മൾ നമ്മളെക്കുറിച്ച് കൃത്യമായി ബോധമുള്ളവരാവുക എന്നുള്ളതാണ് അതിന്റെ പരിഹാരം. നേരത്തെ പറഞ്ഞല്ലോ, സലഫുകൾ അവർ ചെയ്ത ചെറിയ ചെറിയ വീഴ്ചകൾ പോലും വലുതായി കണ്ട് അവരുടെ ജീവിതത്തിൽ ഉടനീളം അതൊരു വലിയ പ്രയാസമായി അവരുടെ സംസാരത്തിലും അവരുടെ മറ്റു കാര്യങ്ങളിലൊക്കെ അവരിൽ നിന്ന് സംഭവിച്ച ചെറിയ തിന്മകൾ പോലും വലുതായി കണ്ട് അത് നാളെ പരലോകത്ത് അള്ളാഹു എനിക്ക് പുറത്തു തരുമോ ഇല്ലയോ എന്നുള്ള പേടി, ഇങ്ങനെ പലതും അവരുടെ ജീവിതത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഹിജ്റ 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ച അൽ-ഇമാം അൽ-ഖഹ്താനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, വല്ലാഹി ലൗ അലിമു ഖബീഹ സരീറതി, എന്റെ രഹസ്യ ജീവിതത്തിലുള്ള മോശപ്പെട്ട കാര്യങ്ങൾ ആളുകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, അല്ലാഹുവാണേ സത്യം, ലഅബസ്സലാമ അലയ്യ മൻ യൽഖാനി, എന്നെ കാണുന്ന ആളുകൾ എന്നോട് സലാം പറയാൻ പോലും വിസമ്മതിക്കും എന്ന് പറഞ്ഞാൽ അവരൊക്കെ മഹാപാപം ചെയ്ത് വലിയ വൻകുറ്റം ചെയ്ത് ജീവിച്ചിരുന്ന ആളുകളായിരുന്നില്ല. പക്ഷെ അവരുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ പാപങ്ങൾ പോലും അവർ വലുതായി കാണുകയും അതിന്റെ പര്യവസാനം എന്തായിരിക്കും, അതിന് ലഭിക്കുന്ന ശിക്ഷ എന്തായിരിക്കുമെന്ന വിഷയത്തിലുള്ള അവരുടെ ബേജാറാണ് അവരവിടെ കാണിക്കുന്നത്. മുഹമ്മദ് ഇബ്നു വാസിഅ റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരു താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും, ലൗ കാന യൂജദു ലിദുനൂബി റീഹുൻ, തിന്മകൾക്ക് വാസനയുണ്ടായിരുന്നുവെങ്കിൽ, നമ്മൾ ചെയ്യുന്ന തിന്മകൾക്ക് വാസനയുണ്ടായിരുന്നുവെങ്കിൽ, മാ ഖദിർതും അൻ തദുറു മിന്നി മിന്നത്നി റീഹി, ഞാൻ ചെയ്ത തിന്മകൾ അതിന്റെ വാസന കാരണത്താൽ നിങ്ങൾക്ക് എന്റെ അടുത്തേക്ക് അടുക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല എന്നാണ്. അവരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരൊക്കെ വൻഭാവങ്ങൾ ചെയ്ത് ജീവിക്കുന്ന തെമ്മാടികളായ ആളുകളായിരുന്നില്ല. പക്ഷെ അവരുടെ ചെറിയ തിന്മകൾ പോലും അതിന്റെ ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് ബേജാറുള്ള ആളുകളായിരുന്നു. അപ്പോ അദ്ദേഹം പറഞ്ഞതാണ്, അതിന് തിന്മകൾക്ക് വാസനയുണ്ടായിരുന്നെങ്കിൽ ഒരാൾക്കും എന്റെ അടുത്തേക്ക് അടുക്കാൻ സാധിക്കുമായിരുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നോക്ക്, നമ്മൾ അള്ളാഹുവിനോട് കാണിക്കുന്ന ശുക്റിന്റെ അളവ് എത്രയാണ്? നമ്മൾക്കൊക്കെ അഹങ്കരിക്കാൻ വല്ല വകുപ്പുമുണ്ടോ? നമ്മളൊക്കെ ചെയ്യുന്ന വളരെ കുറച്ച് നിസ്സാരമായ ഇബാദത്തുകൾ കൊണ്ട് എന്ത് അഹങ്കരിക്കാനാണ് നമ്മൾക്കുള്ളത്? മനുഷ്യന്റെ മൊത്തം ഒരു പൊതുവെയുള്ള സ്വഭാവം അല്ലാഹു പറഞ്ഞു, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, മഹാ നന്ദികെട്ട ആളുകളാണ്, അങ്ങേയറ്റം നന്ദികെട്ടവൻ തന്നെയാണ് മനുഷ്യൻ എന്നാണ് മനുഷ്യന്റെ പൊതു ഗുണമായി പറഞ്ഞിട്ട് പൊതുവെ അല്ലാഹു തആല അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ സൂറത്തു സബയിൽ പറഞ്ഞത്, വഖലീലും മിൻ ഇബാദിയ ശകൂർ, എനിക്ക് എന്റെ അടിമയുടെ കൂട്ടത്തിൽ ധാരാളമായി എനിക്ക് ശുക്ർ ചെയ്യുന്ന ആളുകൾ വളരെ കുറച്ചുള്ളൂ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുകയും എന്നാൽ അള്ളാഹുവിന് വളരെ കുറച്ചു മാത്രമാണ്
നമ്മളൊക്കെ ശുക്ർ കാണിക്കുന്നത്. ധാരാളമായി ശുക്ർ കാണിക്കുന്ന ആളുകൾ വളരെ കുറച്ചുള്ളൂ എന്ന് അല്ലാഹു തആല മനുഷ്യരെ കുറിച്ച് പറഞ്ഞു. അപ്പോ നമ്മൾക്കൊന്നും അഹങ്കരിക്കാനൊന്നുമില്ല. നമ്മൾ അങ്ങേയറ്റം തിന്മകളിലും അതുപോലെ തന്നെ ഇബാദത്തിന്റെ കാര്യത്തിലൊക്കെ വളരെ വളരെ പിന്നിലായിട്ടുള്ള ആളുകൾ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളോ നമ്മുടെ സൂക്ഷ്മതയോ ഒന്നും അഹങ്കരിക്കാൻ വണ്ണം വലിപ്പമുള്ളതേ അല്ല. നമ്മൾ നമ്മളെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ ചെയ്ത വലിയ വൻപാപങ്ങൾ പോൽ നമ്മൾക്ക് ഓർമ്മയില്ലാതെ മറന്നുപോയിട്ടുണ്ടാകും. ഒരുപാട് വൻപാപങ്ങളിൽ തുടരുന്ന ആളുകൾ, അതുപോലെ തന്നെ ചെറിയ പാപങ്ങൾ തുടർച്ചയായി ചെയ്യുന്നവർ, ഇങ്ങനെ ഇഷ്ടം പോലെ തിന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. പക്ഷേ നമ്മൾക്കെപ്പോഴും നമ്മളെക്കുറിച്ച് ഒരു നല്ല ധാരണയാണുള്ളത്. അതൊരിക്കലും ശരിയല്ല. നമ്മൾക്കൊരു നിലക്കും അഹങ്കരിക്കാൻ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഇബാദത്തിന്റെ വിഷയത്തിലൊന്നും അഹങ്കരിക്കാൻ ഒന്നുമില്ല. മറ്റുള്ളവരെക്കാൾ ഞാൻ തിരക്കേടില്ല എന്ന ചിന്ത വരാൻ മാത്രം ഒന്നും നമ്മൾക്കില്ല എന്നുള്ളൊരു ബോധത്തിലേക്ക് നമ്മൾക്ക് എത്താൻ നമ്മൾ നമ്മളെക്കുറിച്ചൊന്ന് ആത്മാർത്ഥമായി ചിന്തിച്ചാൽ മതി. ബക്കർ ഇബ്നു അബ്ദില്ല അൽ മുസ്നി റഹിമഹുള്ള മഹാനായ താബിഈയാണ്. അദ്ദേഹം പറഞ്ഞത് കാണാം, നമ്മൾ ഒരു മനുഷ്യനെ കാണുമ്പോൾ എന്താണ് അവനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്? അത് നമ്മളുടെ പോരായ്മകൾ മനസ്സിലാക്കി മറ്റുള്ളവരെ കുറിച്ച് നല്ലത് വിചാരിക്കാനും നമ്മളെക്കുറിച്ച് ഇനിയും മാറേണ്ടതുണ്ട്, ഇനിയും എനിക്ക് ഒരുപാട് മാറ്റം ഉണ്ടാകേണ്ടതുണ്ട് എന്ന ചിന്ത കയറാൻ വേണ്ടി അദ്ദേഹം പറയാണ്, ഇദാ റഅയ്ത മൻ ഹുവ അക്ബറു മിൻക, നീ കാണുന്നത് നിന്നേക്കാൾ പ്രായമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, നീ കാണുമ്പോൾ നീ ഒരു പ്രായമുള്ള വ്യക്തിയെ, നിന്നേക്കാൾ വയസ്സുള്ള ഒരു വ്യക്തിയെ നീ കണ്ടാൽ, ഫഖുൽ, നീ പറയുക, ഹാദാ സബഖനി ബിൽ ഈമാനി വൽ അമലി സാലിഹ്, ഈ വ്യക്തി ഈമാനിന്റെ വിഷയത്തിലും സൽക്കർമ്മങ്ങളുടെ വിഷയത്തിലും എന്നെ മുൻകടന്നവനാണ്. കാരണം എന്നേക്കാൾ മുമ്പ് അദ്ദേഹം ജനിച്ചിട്ടുണ്ട്. അപ്പൊ എന്നേക്കാൾ മുമ്പ് അദ്ദേഹത്തിന് മുസ്ലിമാകാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്, സൽക്കർമ്മം ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫഹുവ ഖൈറും മിന്നി, അയാൾ എന്നേക്കാൾ നല്ലവനാണ്. ഒരു പ്രായമുള്ള ആളെ കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നണം, എന്നേക്കാൾ മുമ്പ് നിസ്കാരം തുടങ്ങിയ വ്യക്തിയാണ്, എന്നേക്കാൾ മുമ്പ് അയാൾ ജനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ സൽക്കർമ്മങ്ങളിൽ അദ്ദേഹം എന്നേക്കാൾ മുൻകടന്നവനാണ്, മുമ്പേ അദ്ദേഹം തുടങ്ങി വെച്ചിട്ടുണ്ട്. എന്നാൽ വൈദാ റഅയ്ത മൻ ഹുവ അസ്ഗറു മിൻക, നിന്നേക്കാൾ പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയാണ് നീ കാണുന്നതെങ്കിൽ, ഒരു പ്രായം കുറഞ്ഞ ഒരു ചെറിയ കുട്ടിയെ അല്ലെങ്കിൽ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയെ കണ്ടാൽ, ഫഖുൽ, നീ പറയുക, ഹാദാ സബഖ്തുഹു ഇല ദുനൂബി വൽ മആസി, ഞാൻ ഇവനേക്കാൾ മുമ്പ് തിന്മ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പൊ ജനിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ എന്നേക്കാൾ ഞാൻ ജനിച്ചു കഴിഞ്ഞത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവൻ ജനിച്ചത്, പക്ഷെ അവനേക്കാൾ മുമ്പ് ഞാൻ തിന്മ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഫഹുവ ഖൈറും മിന്നി, അവനും എന്നേക്കാൾ ഉഷാറാണ് എന്നുള്ള ചിന്തയാണ് എനിക്കുണ്ടാകേണ്ടത് എന്നാണ് ബക്കർ ഇബ്നു അബ്ദില്ല അൽ മുസ്നി റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ചിന്തിക്കാൻ ആർക്കാണ് സാധിക്കുക? നമ്മുടെ പോരായ്മകൾ മനസ്സിലാക്കി എനിക്ക് മാറാനുണ്ട്, എനിക്ക് ഒരുപാട് ന്യൂനതകളുണ്ട് എന്ന് സ്വയം വിലയിരുത്തുന്ന ആളുകൾക്ക് അത് സാധിക്കുള്ളൂ. അല്ലാത്ത ആളുകൾ എപ്പോഴും നമ്മൾ മറ്റുള്ളവരെക്കാൾ ഉഷാറാണ്, അവനേക്കാൾ ഞാൻ എത്രയോ മെച്ചമാണ് എന്നുള്ള ധാരണയിലായിരിക്കും അവരുണ്ടാവുക. അബു ഹാസിം സലമത്ത് ഇബ്നു ദീനാർ റഹിമഹുള്ള പറഞ്ഞത് കാണാം, ഒരു മനുഷ്യന് ഉണ്ടാകുന്ന ഏറ്റവും നല്ല ഗുണം, ഏറ്റവും നല്ല സ്വഭാവം എന്ന് പറയുന്നത് അനിയകൂന അശദ്ദന്നാസി ഖൗഫൻ അലാ നഫ്സി, അവന് സ്വന്തത്തെക്കുറിച്ച് അങ്ങേയറ്റം ബേജാറുള്ളവനും വഅർജാഹു ലികുല്ലി മുസ്ലിം, മറ്റു മുസ്ലിങ്ങളെ കുറിച്ച് വലിയ പ്രതീക്ഷയുള്ളവനുമായിരിക്കും. സ്വന്തത്തെക്കുറിച്ച് എപ്പോഴും പേടി, എനിക്ക് ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്, മാറേണ്ടതുണ്ട് എന്നുള്ള ബേജാർ എപ്പോഴും ഉണ്ടാകുക. പക്ഷെ മറ്റുള്ളവരെ കുറിച്ച്, എല്ലാ മുസ്ലിങ്ങളെ കുറിച്ചും അവനെക്കുറിച്ച് വലിയ പ്രതീക്ഷയും, അവൻ എന്നേക്കാൾ എന്തൊക്കെയോ നല്ല ഗുണമുള്ളയാളാണ് എന്ന ചിന്ത, അതാണ് ഒരു മനുഷ്യരിൽ ഉണ്ടാകുന്ന ഏറ്റവും നല്ല ചിന്ത എന്നാണ് ബക്കർ സലമത്ത് ഇബ്നു ദീനാർ റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. ഇനി സഹോദരങ്ങളെ, നമ്മൾ മൊത്തം ഇബാദത്ത് ചെയ്ത് ജീവിച്ചാലും, നമ്മൾ പരമാവധി ഇബാദത്ത് ചെയ്ത് ജീവിച്ചാലും നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ ചെയ്ത ഇബാദത്തുകളൊന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾക്ക് തോന്നിപ്പോകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള, നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഹദീസാണ്, ലൗ അന്ന റജുലൻ യുജറു അലാ വജ്ഹി മിൻ യൗമി വുലിദ ഇലാ യൗമി യമൂത് ഹറമൻ ഫീ മർദാത്തില്ലാ, അല്ലാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ജനിച്ചത് മുതൽ മരണം വരെയും സുജൂദിൽ കിടന്ന് ഇബാദത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടാകൂല, ജനിച്ചത് മുതൽ മരണം വരെ ഇബാദത്ത് ചെയ്യുക, ജനനം മുതൽ മരണം വരെ അദ്ദേഹം ചെയ്ത പണി എന്താ? ഇബാദത്ത് മാത്രം. അങ്ങനെയുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നുവെങ്കിൽ ലഹഖറഹു യൗമൽ ഖിയാമ, അവന് പോലും നാളെ ഖിയാമത്ത് നാളിൽ അവൻ ചെയ്ത സൽക്കർമ്മങ്ങൾ ചെറുതായി തോന്നും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മുടെ അവസ്ഥ എന്താ? 24 മണിക്കൂറിൽ
1 മണിക്കൂർ പോലും കൃത്യമായി നമ്മൾ ഇബാദത്ത് ചെയ്യാത്തവരാണ്. വളരെ കുറഞ്ഞ ആളുകളാണ് അതിനേക്കാൾ കൂടുതൽ സമയം ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കുന്നവർ. അപ്പോ ജീവിതകാലം മൊത്തം ഇബാദത്ത് ചെയ്ത ആളുകൾക്ക് നാളെ പരലോകത്തിന്റെ അപകടകരമായ അവസ്ഥയും ഭീതിയും കണ്ട് അവൻ ചെയ്ത അമലുകൾ ചെറുതായി തോന്നുമെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന അമലുകളൊന്നും ഒന്നുമല്ല എന്നുള്ള ഒരു ധാരണയിലേക്കും ബോധത്തിലേക്കുമാണ് നമ്മൾ എത്തേണ്ടത്. മറിച്ച് എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കും, ഞാൻ കുറച്ചൊക്കെ ചഖ്വയുള്ളവനാണ്, പല തോന്നിവാസം ചെയ്യുന്ന ആളുകളെക്കാളൊക്കെ എത്രയോ മെച്ചമുള്ളവനാണ് എന്ന ആ ധാരണയിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമ്മളെപ്പോഴും നമ്മുടെ തിന്മകളെ കുറിച്ച് ചിന്തിക്കുകയും മറ്റുള്ളവരുടെ തിന്മകൾ നമ്മൾ മറന്നുകളയുകയും അല്ലെങ്കിൽ അതിൽ ശുഗിലാകുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുകയുമാണ് വേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസ്, യുബ്സിറു അഹദുക്കും അൽ ഖദാ ഫി ഐനി അഖി, തന്റെ സഹോദരന്റെ കണ്ണിലുള്ള വലിയ ചെറിയ കരട് പോലും നിങ്ങൾ ഒരുത്തൻ കാണും. അഥവാ തന്റെ സഹോദരന്റെ ഒരു ചെറിയ തെറ്റുപോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷെ വയൻസൽ ജിദ്അ ഫി ഐനിഹി, പക്ഷെ തന്റെ കണ്ണിലുള്ള വലിയ മരത്തടി അവൻ മറന്നു കളയുന്നു. ഇതാണ് മനുഷ്യന്റെ പൊതു സ്വഭാവം. തന്റെ സഹോദരന്റെ ഒരു കണ്ണിൽ ചാടിയാൽ പ്രയാസമുണ്ടാക്കുന്ന ഒരു ചെറിയ കരട്, അത് ആലങ്കാരികമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, പണ്ഡിതന്മാർ വിശദീകരിച്ചു. തന്റെ സഹോദരന്റെ ഒരു ചെറിയ തെറ്റുപോലെ അവന് കാണാനും അത് മറ്റുള്ളവരോട് പറയാനും അവന് സാധിക്കും. പക്ഷേ വയൻസൽ ജിദ്അ ഫി ഐനിഹി, തന്റെ ജീവിതത്തിലുള്ള വലിയ മരത്തടി പോലെയുള്ള വലിയ വലിയ തിന്മകൾ അവൻ അവഗണിച്ചു തള്ളും. ഇതാണ് മനുഷ്യന്റെ പൊതു സ്വഭാവം. സ്വന്തം തിന്മകളെ കുറിച്ച് ചിന്തിക്കാനോ അത് തിരിച്ചാനോ ഉള്ള മനസ്സല്ല പൊതുവെ മനുഷ്യർക്കുള്ളത്. മറ്റുള്ളവരുടെ തിന്മ കണ്ടെത്താനും ഇത് ചൂഴ്ന്നന്വേഷിക്കാനുമാണ് ആളുകൾ പലപ്പോഴും തയ്യാറാകാറുള്ളത്. അങ്ങനെയല്ല നമ്മൾ ആകേണ്ടത്. മറിച്ച് നമ്മളെക്കുറിച്ച് ധാരാളമായി ചിന്തിക്കുകയും നമ്മളുടെ തിന്മകളെക്കുറിച്ചും നമ്മളുടെ ഇബാദത്തിലുള്ള പോരായ്മകളെക്കുറിച്ചുമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ രൂപത്തിൽ ചിന്തിക്കുന്ന ആ ഒരു മനസ്സുള്ള ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ പറഞ്ഞിട്ടുള്ള മനസ്സിൽ തിരക്കേടില്ല, ആ ഉജുബ് വരുന്ന അവസ്ഥയിൽ നിന്ന് അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.